കോറിലേഷൻ. എന്താണ് കോറിലേഷൻ? Two variables are said to be correlated if the change in one variable results in corresponding change in the other variable. When two variables move together, we say they are correlated. ഓക്കെ, അപ്പം കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ടിലധികം വേരിയബിൾസ് ഇവ തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇൻഡിക്കേറ്ററാണ്, അല്ലെങ്കിൽ അവ തമ്മിൽ എന്ത് റിലേഷനാണ് അല്ലെങ്കിൽ എന്ത് കണക്ഷനാണ്, എന്ത് അസോസിയേഷനാണ് എന്ന് കാണിക്കുന്നതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അവ കോറിലേറ്റഡ് ആണ്. സോ അതിൻ്റെ നേച്ചറിനനുസരിച്ച് നമ്മൾ പറയും പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള കാറ്റഗറൈസേഷൻ. ഓക്കെ, ഇവിടെ പറയുന്നത് ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അടുത്ത വേരിയബിളിന് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പറയും ഇവ പോസിറ്റീവ്ലി കോറിലേറ്റഡ് അല്ലെങ്കിൽ സിംപ്ലി കോറിലേറ്റഡ് ആണെന്ന് പറയും. അല്ലെങ്കിൽ when two variables move together we say they are correlated. രണ്ട് വേരിയബിൾസ് അവ ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അടുത്ത വേരിയബിളിൽ കറസ്പോണ്ടിങ് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പറയും അവ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, എന്തോ ഒരു അസോസിയേഷൻ ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ കോറിലേറ്റഡ്. The tendency of two or more groups or series of items to vary together directly or inversely. So ഇവ തമ്മിലുള്ള ഈ വേരിയേഷൻ അത് ഡയറക്റ്റ് ആവാം അല്ലെങ്കിൽ ഇൻവേഴ്സ് ആവാം എന്നുള്ളതാണ്. Whenever some definite connection exists between two or more groups, classes or series of data, there is said to be correlation. Correlation is an analysis of association between two or more variables. നമ്മൾ പറഞ്ഞത് തന്നെയാണ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി ഇറ്റ് ഈസ് അനാലിസിസ് ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ ഇൻ്റർ കണക്ഷൻ കാണിക്കുന്നതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ ഉണ്ട്, സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ ഉണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ can be either negative or positive. When values of two variables move in same direction, correlation is said to be positive. An increase in the value of one variable results into an increase in the value of other variable also. If decrease in the value of one variable results into a decrease in the value of other variable, also correlation is said to be positive. അതായത് ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അടുത്ത വേരിയബിളിൽ സെയിം ചേഞ്ച് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവയെ പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണെന്ന് പറയും. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്സ് വൈ രണ്ട് വേരിയബിളാണെന്ന് വിചാരിക്കാം. എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. സോ ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫോർവേഡ് മൂവ്മെൻ്റ് ആണ്, റൈറ്റ്. എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. സോ നമുക്ക് പറയാം ഈ രണ്ട് വേരിയബിൾസും പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്, സെയിം ഡയറക്ഷനിലാണ്, റൈറ്റ്. അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു, അതേസമയം വൈയുടെ വാല്യൂ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നു. സോ അഗൈൻ നമുക്ക് പറയാം ഈ ചേഞ്ചസിലുണ്ടാകുന്ന മൂവ്മെൻറ്റ് സെയിം ഡയറക്ഷനിലാണ്, എക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ വൈ ഡിക്രീസ് ചെയ്യുന്നു. സോ നമുക്ക് പറയാം ഇവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്, കോറിലേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്.
On the other hand, the value of two variables moves in opposite directions, so that an increase in the value of one variable results into decrease in the value of other variable, or the decrease in the value of one variable results into an increase in the value of other variable. The correlation is said to be negative. ഇനി നെഗറ്റീവ് കോറിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അഗൈൻ ഫോർ ഇൻസ്റ്റൻസ് വി ഹാവ് ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെ വാല്യൂ കൂടുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ കുറയുന്നു. ഇനി എക്സിൻ്റെ വാല്യൂ കുറയുന്നു, വൈയുടെ വാല്യൂ കൂടുന്നു. നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ചേഞ്ചസിലുണ്ടാകുന്ന മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ദേ ആർ നെഗറ്റീവ്ലി കോറിലേറ്റഡ്. ഓക്കെ, ജനറലി പോസിറ്റീവ് കോറിലേഷൻ എക്സാമ്പിൾ നമ്മൾ പ്രൈസ് ആൻഡ് സപ്ലൈ പറയാറുണ്ട്. ഇനി നെഗറ്റീവ് കോറിലേഷൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് പറയാറുണ്ട്. അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ദേ ആർ നെഗറ്റീവ്ലി കോറിലേറ്റഡ്. ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. When amount of change in one variable leads to a constant ratio of change in the other variable, correlation is said to be linear. Linear and non-linear correlation ആണ്. അഗൈൻ ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അടുത്ത വേരിയബിളിലും ചേഞ്ച് ഉണ്ടാകുന്നു. സോ ഇവ തമ്മിലുള്ള ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ they will follow a constant ratio. സോ അങ്ങനത്തെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം their correlation is linear. For example, if price goes up by 10%, it leads to a rise in supply by 15% each time. Then there is a linear relationship between price and supply. അതായത് പ്രൈസ് 10% ഇൻക്രീസ് ചെയ്യുന്നു, it leads to a rise in supply by 15% each time. പ്രൈസ് 10% ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സപ്ലൈ 15% ഇൻക്രീസ് ചെയ്യുന്നു. ഈ ഒരു പാറ്റേൺ എല്ലാ സമയത്തും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പ്രൈസും സപ്ലൈയും തമ്മിലുള്ള കോറിലേഷൻ ലീനിയർ ആണെന്നുണ്ടെങ്കിൽ. Okay, when there is a linear correlation, the point plotted on a graph will give a straight line. So ആ എക്സിൻ്റെയും വൈയുടെയും മൂവ്മെൻറ്റ് നമ്മൾ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുമെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, എക്സിൻ്റെ വാല്യൂ ഒന്നുണ്ട്, എക്സ് 20, 25, 30, 35, 40, വൈ 30, 37.5, 45, 52.5, 60. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 20 25 ആവുന്നു, അതേസമയം വൈയുടെ വാല്യൂ 30 37.5 ആവുന്നു. സോ ഇവ നമ്മൾ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എക്സിൻ്റെ ഡിഫറൻസ് 5 ആണ്, വൈയുടെ ഡിഫറൻസ് 7.5 ആണ്. ഇനി അഗൈൻ എക്സിൻ്റെ വാല്യൂ 25 30 ആവുന്നു, വൈയുടെ വാല്യൂ 37.5 45 ആവുന്നു. അഗൈൻ എക്സിലുണ്ടാകുന്ന ഡിഫറൻസ് 5 ആണ്, വൈയിലുണ്ടാകുന്ന ഡിഫറൻസ് 7.5 ആണ്. ദെൻ അഗൈൻ എക്സിൻ്റെ വാല്യൂ 30 35 ആവുന്നു, വൈയുടെ വാല്യൂ 45 നിന്നും 52.5 ആണ്. അഗൈൻ എക്സിലുണ്ടാകുന്ന ഡിഫറൻസ് 5 ആണ്, വൈയുടെ ഡിഫറൻസ് 7.5 ആണ്. സോ എക്സ് ടു വൈ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, അത് നമ്മളുടെ ഡിഫറൻസിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എക്സിലുണ്ടാകുന്ന ചേഞ്ച് 5 ആണ്, 5 ബൈ വൈയുടെ ചേഞ്ച് 7.5. സോ നമുക്ക് പറയാം എക്സ് ഇസ് ടു വൈ 2:3 ആണ്. സോ ഇതാണ് എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്, റൈറ്റ്. In this example, there is a linear relationship as there is a ratio 2:3 at all points. If we plot these points, they will lie on a straight line. So ഇവ തമ്മിലുള്ള ചേഞ്ച് ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ആണ് ഫോളോ ചെയ്യുന്നത് 2:3. സോ അതുകൊണ്ട് നമുക്ക് പറയാം ഇവ തമ്മിലുള്ള റിലേഷൻ ലീനിയർ ആണ്. കോറിലേഷൻ is said to be non-linear
when the amount of change in one variable is not in a constant ratio to the change in other variable, or ratio change fluctuates and is never constant. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും വേരിയബിൾസിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആണ്. Simple partial and multiple correlation. In the study of relationship between variables, if there are only two variables, the correlation is said to be simple. For example, the relationship between price and demand. ഇത് നമ്മൾ എത്ര വേരിയബിൾസിനെ കൺസിഡർ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് വേരിയബിൾസ് എക്സും വൈയും ഇവ തമ്മിലുള്ള അസോസിയേഷൻ മാത്രമാണ് സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അവ തമ്മിൽ സിമ്പിൾ കോറിലേഷനാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ലിങ്ക് അല്ലെങ്കിൽ അസോസിയേഷനിൽ കണക്ഷൻ മാത്രമാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സിമ്പിൾ കോറിലേഷൻ എന്ന് പറയും. When one variable is related to a number of others, then it is partial or multiple correlation. Again, one variable അതുമായിട്ട് ഒന്നിലധികം വേരിയബിൾസുമായിട്ടുള്ള അസോസിയേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും രണ്ട് സാധ്യതകളാണ്, ഒന്ന് പാർഷ്യൽ ആവും അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോറിലേഷൻ ആവും. ഓക്കെ, ഇൻ ദ സ്റ്റഡി ഓഫ് മൾട്ടിപ്പിൾ കോറിലേഷൻ വി മെഷർ ദ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ വൺ വേരിയബിൾ ഓൺ വൺ സൈഡ്, all other variable together on the other side. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ആ വേരിയബിൾ മറ്റുള്ള വേരിയബിൾസിനെ എങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ള വേരിയബിൾസായിട്ട് അസോസിയേഷൻ എങ്ങനെയാണ്. ഇവിടെ നമ്മൾ ആക്ച്വലി പഠിക്കുന്നത് ഒറ്റ വേരിയബിളാണ്. അപ്പം എക്സ് ഒരു വേരിയബിൾ ഉണ്ട്, ദെൻ അപ്പുറത്ത് എ ബി സി ഉണ്ടെന്ന് വിചാരിക്കാം. സോ എക്സും എ ബി സിയുമായിട്ട് റിലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എക്സ് എങ്ങനെയാണ് എയും ബിയും സിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ ഉള്ള റിലേഷനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അത് മൾട്ടിപ്പിൾ കോറിലേഷനാണ്. Relationship between yield with both rainfall and temperature together is a multiple correlation. Relationship between yield, അതായത് ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ, ഒരു അഗ്രികൾച്ചറൽ ഫീൽഡിൽ നമുക്ക് കിട്ടുന്ന yield, അഗ്രികൾച്ചറൽ yield എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയുന്നു, അത് ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റെയിൻഫാളും ടെമ്പറേച്ചറും. സോ ഈ അഗ്രികൾച്ചർ yield റെയിൻഫാളിനെയും ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം ഈൽഡും റെയിൻഫാളും ടെമ്പറേച്ചറും തമ്മിലുള്ളത് മൾട്ടിപ്പിൾ കോറിലേഷനാണ്. ബിക്കോസ് അഗ്രികൾച്ചറൽ yield ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് റെയിൻഫാളിനെയും അതുപോലെ ടെമ്പറേച്ചറിനെയാണ്. സോ ഇവിടെ ഒന്നിലധികം വേരിയബിൾസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് പറയാം ദേ ആർ ഇൻ മൾട്ടിപ്പിൾ കോറിലേഷൻ. പാർഷ്യൽ കോറിലേഷൻ ആണെങ്കിൽ വി സ്റ്റഡി ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് വൺ വേരിയബിൾ വിത്ത് വൺ ഓഫ് അതർ വേരിയബിൾ പ്രസ്യൂമിങ് ദാറ്റ് ദി അതർ വേരിയബിൾ റിമെയിൻ കോൺസ്റ്റൻറ്റ്. അഗൈൻ ഒന്നിലധികം വേരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, പക്ഷേ അറ്റ് എ ടൈം 1 to 1 ആണ് സ്റ്റഡി ചെയ്യുന്നതെന്നുള്ളതാണ്. ഇഫ് there are three variables, yield, rainfall and temperature, each is related with the other, then the relationship between yield and rainfall, assuming temperature is constant, is a partial correlation. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ അഗ്രികൾച്ചറൽ yield, റെയിൻഫാളും ടെമ്പറേച്ചറും. സോ അഗ്രികൾച്ചറൽ yieldും അതുപോലെ റെയിൻഫാളും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ
ടെമ്പറേച്ചറെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നു. അസ്യൂമിങ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻ്റ്, അതായത് ടെമ്പറേച്ചർ അഗ്രികൾച്ചറൽ ഈൽഡുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല എന്ന് വിചാരിക്കാം. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമ്മൾ പറയാം, നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് റെയിൻഫോളും അതുപോലെ ടെമ്പറേച്ചറും അതുപോലെ ഈൽഡും ഇവ തമ്മിലുള്ള പാർഷ്യൽ കോറിലേഷനാണ്. സോ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ബാക്കി അറ്റ് എ ടൈം നമ്മൾ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും സ്റ്റഡി ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. കോറിലേഷൻ എന്താണ്, അവയുടെ ക്ലാസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.